Hello everyone and welcome to Content with Cars. നമ്മളിപ്പോൾ ബോംബെയിലാണ്. വി ആർ ഡ്രൈവിംഗ് ദ ന്യൂലി അപ്ഡേറ്റഡ് മാരുതി സുസുക്കി ബ്രസ. ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണ്, പക്ഷേ ഫേസ് ലിഫ്റ്റിലെ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ബോണ്ടിന്റെ അടിയിലാണ്. യു നൗ ഗെറ്റ് എ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ. ആദ്യമായിട്ട് ബ്രസയ്ക്ക് പെട്രോളിന് ആ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു എഞ്ചിൻ വന്നത് കാരണം നേരത്തെ സബ് 4 മീറ്റർ വണ്ടി ആയിരുന്നെങ്കിലും 1500 cc എഞ്ചിൻ ഉള്ളതുകൊണ്ട് അതിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ 1200 cc താഴെ 1 ലിറ്റർ ആയതുകൊണ്ട് ആ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. വില കുറഞ്ഞേക്കണത് ഒരു 60,000 രൂപയോളം കുറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് മാരുതി കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല അവരങ്ങനെ ചെയ്യുന്നുള്ളത്. നമ്മൾ മുന്നൊരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ എഞ്ചിൻ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ കൊടുക്കില്ല എന്നുള്ളത്. പക്ഷേ ദേ ഹാവ് സർപ്രൈസ് മീ. ഇന്നലെ 7.4 lakhs ഇതിൻ്റെ പ്രൈസ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് കൊള്ളാലോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് എക്സ്റ്റീരിയറിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് നോക്കാം. സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളത് ഒരു ഫേസ് ലിഫ്റ്റ് ആണെന്നുള്ളത്. ഗ്രില്ല് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ബമ്പറിൻ്റെ ആ ഒരു എയർ ഡാമിൻ്റെ ഏരിയ കുറച്ചും കൂടി ഒന്ന് വൈഡർ ആയിട്ടുണ്ട്. കുറേ കൂടി ഒരു വിട്ട് തോന്നണ പോലത്തെ ഒരു ഡിസൈൻ ആയിട്ട് അതിനൊരു സിൽവർ സറൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാംപ്സിന്റെ സറൗണ്ട്സ് ഒക്കെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ഫോഗ് ലാംപ്സ് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് ആണ് അതിന്റെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പണ്ടത്തെ ഒരു കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിരുന്നു. സൈഡിലേക്ക് വരികയാണെങ്കിൽ യു ഗെറ്റ് ദീസ് അലോയ് വീൽസ് 4 സ്പോക്ക്, ഒരു പുതിയൊരു ഡിസൈനാണ്. 16 ഇഞ്ച് തന്നെയാണ്, പക്ഷേ പഴയത് ഇന്ന് കുറച്ചും കൂടി ഒരു വ്യത്യാസം തോന്നുന്നത് മെയിനായിട്ട് അതിൻ്റെയാണ്. അതുപോലെ തന്നെ സൈഡിലെ ക്ലാഡിങ്സിനൊക്കെ ഇപ്പോൾ ഡ്യുവൽ ടോൺ ആണ്. യു ഗെറ്റ് സിൽവർ സ്ട്രിപ്പ്. ഈ ഒരു വണ്ടിയിൽ കുറേ റെഡ് എലമെന്റ്സ് ഉണ്ട്. അതൊരു പാക്കാണ്. ബേസിക്കലി നമ്മളൊരു അർബൻ സ്കേപ്പ് അങ്ങനെ എന്തോ പേരിൽ കൊടുക്കുന്ന ഒരു പാക്കേജ് ആണ്. അതിൽ ഈ പറഞ്ഞ പോലെ കുറേ റെഡ് ഹൈലൈറ്റ് ബിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് കാറിൽ അത് ഉണ്ടാവില്ല. മേ ബി ഇത് ഡീലർ ഫിറ്റ്മെന്റ് ആയിരിക്കും. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ്. ടെറാസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ബ്രോൺസ് കളറിലുള്ള ഒരു ആക്സൻസും കൂടിയും വരുന്നുണ്ട് വേറൊരു പാക്കായിട്ട്. അതുപോലെ തന്നെ 2 പുതിയ കളേഴ്സും വന്നിട്ടുണ്ട്. വിവേഷ്യസ് ഓറഞ്ചും ലസ്ട്രസ് ബേജ് എന്നും പറഞ്ഞിട്ട് 2 കളേഴ്സ് വന്നിട്ടുണ്ട്. പാക്കേജ് വരികയാണെങ്കിലും ബമ്പറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതിൻ്റെ ലോവർ ഹാഫ് മാറിയിട്ടുണ്ട്. അവിടെ ഒരു കിറ്റ് പ്ലെയിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ഡിസൈൻ വ്യത്യാസമുണ്ട്. എഗെയിൻ ആ ഒരു റെഡ് ആക്സൻസ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെയുള്ള വിസിബിൾ ചേഞ്ചസ് ഒക്കെ വണ്ടിയുടെ അകത്താണ്. നമ്മൾ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ ഫിനിഷ് ഒക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു സാറ്റിൻ കോപ്പർ കളറിലുള്ള ഈ ഒരു ട്രിം പീസ് നമുക്ക് വരുന്നുണ്ട്. മുന്നേ അത് വേറൊരു ഫിനിഷ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ആക്സൻ പീസ് പണ്ട് ബ്രഷ്ഡ് സിൽവർ ആയിരുന്നത് ഇപ്പോൾ പിയാനോ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓൾസോ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു 10.1 ഇഞ്ച് സ്ക്രീനാണ്. നമ്മൾ വിക്ടോറിയസിൽ കണ്ട ആ ഒരു ഡിസ്പ്ലേ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് എ സിയുടെ കൺട്രോൾസ് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ വിറ്റാരയിലും വിക്ടോറിയസിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു ടോഗിൾ ബട്ടൺസ് ആയി മാറിയിട്ടുണ്ട്. താഴെ നമുക്കൊരു വയർലെസ് ചാർജർ ഉണ്ട്. ഇവിടെ ഈ ഒരു കൺസോളിൽ നമുക്ക് 2 എക്സ്ട്രാ ബട്ടൺസ് വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഫോർ ദ സീറ്റ് വെന്റിലേഷൻ. പുതിയതായിട്ട് ആഡ് ചെയ്തൊരു ഫീച്ചർ അതാണ്. കുറച്ച് ലൗഡാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് ആ ഒരു സൗണ്ട് കണ്ടിന്യൂസ്ലി കേൾക്കാൻ പറ്റും. കൂളിംഗ് എഫക്റ്റീവ് ആണ്, പക്ഷേ ദ സൗണ്ട് ഇസ് എ ലിറ്റിൽ അനോയിങ്. കുറച്ചും കൂടി സൈലന്റ് ആയിരുന്നെങ്കിൽ ഇത്രയും കൂടി ഒരു ബെറ്റർ ഫീൽ ഉണ്ടായേനെ. സീറ്റ്സിന്റെ ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലെതററ്റ് പോലത്തെ ഒരു കോമ്പിനേഷനിലുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. പെർഫറേറ്റഡ് ആണ് ഫോർ ദ കൂളിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഡിസൈനൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഫാബ്രിക് ഒക്കെ മാറിയിട്ടുണ്ട്. ബാക്കി പിന്നെ മേജർ ഡിഫറൻസുകളൊന്നുമില്ല. ചെറിയ ആംബിയൻ ലൈറ്റ് 60 കളർ ഉണ്ട്. അങ്ങനെ മൈനർ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഉള്ളിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുന്നില്ല. എയർ പ്യൂരിഫയർ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അനദർ ചേഞ്ച്. ബ്രസ എനിക്ക് ഇതിൻ്റെ സീറ്റ്സ് ഇഷ്ടമാണ്. ആക്ച്വലി നല്ല ഡ്രൈവിംഗ് പൊസിഷനാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. ബാക്ക് സീറ്റ് ആണെങ്കിലും നല്ല ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ നമുക്ക് കിട്ടേണ്ട ആവശ്യത്തിനുള്ള ലെഗ് റൂം ഒക്കെ ഉണ്ട്. ഫോർ എ സബ് 4 മീറ്റർ വണ്ടി അത്യാവശ്യം നല്ല ലെഗ് റൂമും നല്ല ബൂട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തത് കുറച്ച് ഫിനിഷുകളായിരുന്നു. ഇപ്പം ഈ ഒരു ട്രിം മാറിയപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. പഴയതിലും കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഫീൽ ഉണ്ട്. ബട്ട് ദെൻ അഗെയിൻ ജനറലി ബ്രസയുടെ ക്വാളിറ്റി എനിക്ക് എപ്പോഴും ഒരു ഇത്തിരി ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് തോന്നാറുണ്ട്. പല മാരുതികളിൽ നിന്നും ഇപ്പോൾ വിക്ടോറിയസ് ആയാലും ബാക്കി നെക്സ പ്രോഡക്ട്സ് ആയാലും അതിനൊന്നും ആ ഒരു ഡിസൈൻ കൊണ്ടൊന്നും വണ്ടിയിൽ അത്ര അപ്പീൽ തോന്നിയിട്ടില്ല. ഓക്കെ, ബാക്കിയൊക്കെ പഴയ ബ്രസയായിട്ട് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകുന്നില്ല. ലെറ്റ്സ് കം ബാക്ക് ടു ദ എഞ്ചിൻ. നമുക്കൊരു 1 ലിറ്റർ ടർബോ ചാർജ്ഡ് ബൂസ്റ്റർ ജെറ്റ് എന്ന് മാരുതി വിളിക്കുന്ന ആ ഒരു എഞ്ചിനാണ് കിട്ടുന്നത്. 110 bhp അടുത്തുണ്ട്. 170 Nm ടോർക്ക് ഉണ്ട്. അപ്പോൾ അതായത് ഒരു 7 bhp കൂടുതലുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് ആണെങ്കിലും മറ്റേ എഞ്ചിന് 139 Nm ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ഹാസ് 170 Nm. ആൻഡ് ഈ ഒരു 170 Nm നമുക്കൊരു 2000 to 3500 rpm ഇടയിൽ കിട്ടുന്നുണ്ട്. സോ വിച്ച് ഈസ് മച്ച് ലോവർ ദാൻ ദ പീക്ക് ടോർക്ക് ഇൻ K15 എഞ്ചിൻ. അപ്പോൾ കാരണം കുറച്ചും കൂടിയും യൂസബിൾ പവർ ബെറ്റർ ആണ് ഈ ഒരു എഞ്ചിനിൽ. അപ്പോൾ നമുക്കൊരു സിലിണ്ടറും പോയി, ഒരു 500 cc പോയി, പക്ഷേ യു ആർ ഗെയിനിങ് മോർ പവർ ആൻഡ് ടോർക്ക്. അപ്പോൾ അതുകൊണ്ട് പലരും കംപ്ലൈൻറ്റ് പറയില്ല. യു സ്റ്റിൽ ഹാവ് ദാറ്റ് K15 എഞ്ചിൻ. അതപ്പുറത്ത് സൈഡ് ബൈ സൈഡ് വിൽക്കുന്നുണ്ട്. ഓൾസോ അതിൻ്റെ CNG ഉണ്ട്. ആൻഡ് CNGയിൽ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അണ്ടർ ബൂട്ട് നമ്മൾ വിക്ടോറിയസിൽ കണ്ട പോലത്തെ ആ ഒരു ടാങ്ക് പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ആ ഒരു വണ്ടി ഉണ്ടാക്കിയത്. ഒരു ക്യാച്ച് ഉള്ളത്, നമുക്കിതിന് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് കിട്ടുന്നില്ല. ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ വിത്ത് ദ K15 എഞ്ചിൻ. അതിൻ്റെ കൂടെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇത് മാനുവലിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പുതിയ ഗിയർ ബോക്സ് ആണ്. ഫ്രോങ്സിലൊക്കെ ഉള്ളത് 5 സ്പീഡാണ്. ദിസ് ഹാസ് എ 6 സ്പീഡ് ഗിയർ ബോക്സ്.
ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ഗിയർ ബോക്സ്. നമുക്ക് ഷിഫ്റ്റിംഗ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരുവിധം സ്ലിക്കൊക്കെയാണ്. അതുപോലെ തന്നെ ക്ലച്ചും അത്ര ഹെവി ഒന്നുമല്ല. സോ യു ക്യാൻ ഡ്രൈവ് ഇറ്റ് അറൗണ്ട്. നമുക്കൊരു മാനുവൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചടക്കാൻ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. ആവശ്യത്തിന് മിഡ് റേഞ്ച് ഒക്കെ ഉണ്ട്. വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഒരു ടർബോന്റെ ബൂസ്റ്റ് പോലത്തെ ഒരു സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യു ഹാവ് ആമ്പിൾ പവർ. നമുക്ക് പുഷ് ചെയ്യാനൊന്നും വലിയ കുഴപ്പമില്ല. സോ ഞാൻ ഈ എഞ്ചിന്റെ ഡ്രൈവബിലിറ്റി ഒന്ന് കാണിച്ചു തരാം. വി ആർ ഡൂയിങ് അറൌണ്ട് 20. ഞാൻ ഇവിടുന്ന് തേർഡ് ഗിയറിൽ ഇട്ടു ആൻഡ് നൗ ഐ ആം ഗോയിങ് ടു ഫ്ലോർ ഇറ്റ്. പിക്സ് അപ്പ് സ്പീഡ് 40, 60, 80. സോ നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആണ്. ഗിയേഴ്സ് ആർ റിയലി വെൽ ചോസൺ. അതുപോലെ തന്നെ ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ഹാവ് സ്ലോട്ടഡ് ഇറ്റ് ഇൻ ടു 6 ഗിയർ. എഞ്ചിൻ വേറെ കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ല. ഇറ്റ്സ് പുള്ളിങ് അലോങ് നൈസ്ലി. വേറെ സാധാരണ പോലെ മറ്റേ ജട്ടറിങ്ങോ അല്ലെങ്കിൽ ഓഫ് ആവാൻ പോകുന്ന ടെൻഡൻസി അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഡൂയിങ് ദാറ്റ്. സോ അപ്പോൾ അതുകൊണ്ട് ഗിയർ റേഷ്യോസ് ആർ റിയലി വെൽ ചോസൺ ഫോർ ദിസ് കാർ. നല്ല ഡ്രൈവബിലിറ്റി ഉണ്ട്. സിറ്റിയിലൊക്കെ ഓടിച്ചിറക്കുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് പുൾസ് റിയലി വെൽ. അത്യാവശ്യം സ്പീഡൊക്കെ പിക്ക് ചെയ്യുന്നുണ്ട്. നോട്ട് ബാഡ്. ഭയങ്കര ഫണ്ണൊന്നുമല്ല, പക്ഷേ ഇറ്റ് ഡസ് ദ ജോബ്. K15 എഞ്ചിനേലും കുറച്ചും കൂടി ഒരു റെസ്പോൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് യു വിൽ പ്രോബബ്ലി എൻജോയ് ദിസ് കാർ. ഒരു 2000 to 4000 RPM നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. 3 സിലിണ്ടറിന്റെ റിഫൈൻമെന്റും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും റിഫൈൻഡ് ആണ്. അത്രയ്ക്ക് അങ്ങോട്ട് വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. മേ ബി പ്രസ് ആയതുകൊണ്ട് കുറച്ചും കൂടി വലിയ വണ്ടി ആയതുകൊണ്ടായിരിക്കാം. ഫ്രോങ്സിനേലും കുറേ കൂടി റിഫൈൻഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇതിന്റെ 0 to 100 ഒന്ന് നോക്കണം എന്നുണ്ട്, പക്ഷേ ഇപ്പോൾ മഴയുമായി ഇനിയിപ്പോൾ അതൊന്നും നോക്കാൻ പറ്റില്ല. പകരം നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി നോക്കാം. ഞാനിപ്പോൾ ഇത്രയും നേരമായിട്ട് ഐ ബീൻ ആവറേജിങ് അറൌണ്ട് 14 km/L MID പ്രകാരം. ഇറ്റ് ഈസ് നോട്ട് ബാഡ് കൺസിഡറിങ് നമ്മൾ എല്ലാ ടൈപ്പ് ഡ്രൈവിങ്ങും ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ. ബ്രസയുടെ ഒരു വേറൊരു വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ റൈഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ ഈ പൊട്ട റോഡുകളിലൊക്കെ എത്തിയപ്പോഴും യു ക്യാൻ നോ ദാറ്റ് ആ ഒരു സസ്പെൻഷൻ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്. എഞ്ചിന്റെ വെയിറ്റ് ഒക്കെ മാറിയപ്പോഴും ഒരു സസ്പെൻഷൻ ഒന്നും മാറിയിട്ടില്ല. എനിക്ക് എന്നും ഇതിന്റെ റൈഡ് ക്വാളിറ്റി ഇഷ്ടമായിരുന്നു. ഞാൻ പലപ്പോഴും ഫ്രോങ്സ് ഒക്കെ മേടിക്കാൻ പോകുന്ന ആൾക്കാരോടൊക്കെ പറയും, നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഫാമിലി കാർ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ദ ബ്രസ. അതേ വിലയൊക്കെ തന്നെയാണ്, ബട്ട് യു ആർ ഗെറ്റിംഗ് എ മച്ച് ബിഗർ കാർ. കുറേ കൂടി സ്പേസും ഹെഡ് റൂം ഒക്കെ കൂടുതലുണ്ട്. പ്ലസ് ദ റൈഡ് ക്വാളിറ്റി ഈസ് മച്ച് ബെറ്റർ. ഇപ്പം നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിനും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനുവൽ ഫ്രോങ്സ് ടർബോ ഒക്കെ മേടിക്കാൻ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടിയും കൂടി കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായോ എന്നുള്ളതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുമോ അതോ K15 വേർഷൻ ആണോ കൺസിഡർ ചെയ്യുക, വിച്ച് ഈസ് യുവർ പിക്ക് ഓഫ് ദ എഞ്ചിൻ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.